യെസ്, രണ്ടാം മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉറച്ചു നിൽക്കുകയാണ്. മറ്റു ഫോർമുലകൾ അംഗീകരിക്കില്ല എന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ മോൻസ് ജോസഫ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. UDF-ലെ മൂന്നാമത്തെ വലിയ കക്ഷിയാണ് കേരള കോൺഗ്രസ്. അർഹമായ വകുപ്പുകൾ കേരള കോൺഗ്രസിനുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മോൻസ് ജോസഫ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ജയിച്ചു വന്ന സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ പരിഗണനയ്ക്ക് അവർക്കും അർഹതയുണ്ട്. കേരള കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ജയിച്ച സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് കൂടുതൽ പരിഗണനയ്ക്ക് അർഹതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതിനെ കാണുന്നത് ഞങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസിന് അർഹമായത് കിട്ടുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. മുസ്ലിം ലീഗിന് അർഹമായത് കൊടുക്കുന്നതിലും മറ്റ് ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന കൊടുക്കുന്നതിലൊക്കെ സന്തോഷമേ ഉള്ളൂ. പക്ഷേ കേരള കോൺഗ്രസിന് അർഹമായത് കിട്ടണമെന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് അതിനകത്തുള്ളൂ. അതുകൊണ്ട് മറ്റ് കക്ഷികളുടെ അവർക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങളെക്കുറിച്ച് ഒരു പരിഭവമോ അതൃപ്തിയോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. അതെല്ലാം തൃപ്തികരമായി തന്നെ, അതാണല്ലോ ടീം UDF-ന്റെ വിജയം. അങ്ങനെ നടക്കട്ടെ എന്നുള്ളതാണ്. ആ ടീം UDF-ൽ തൃപ്തികരമായി കേരള കോൺഗ്രസിനെ കൂടി ചേർത്ത് പിടിക്കണം എന്നതേ ഞങ്ങൾക്കുള്ളൂ. യെസ്, സുനിൽ ഐസക് കൂടി ചേരുന്നുണ്ട്. സുനിൽ, ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? അതായത് രണ്ടാം മന്ത്രിസ്ഥാനം വേണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിന് അവർക്ക് ക്ലെയിമുണ്ട്. 7 MLA-മാരുണ്ട് ഇത്തവണ കേരള കോൺഗ്രസിനൊപ്പം. UDF വിട്ടുപോയ കേരള കോൺഗ്രസ് എമ്മിന് ഒരു MLA പോലും ഇത്തവണ നിയമസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വലിയൊരു ക്ലെയിം അവിടെ നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റ് ഘടകകക്ഷികൾക്ക്, ഒരു MLA മാത്രമുള്ള ഘടകകക്ഷികൾക്ക് പോലും മന്ത്രിസ്ഥാനം ലഭിക്കുന്നുണ്ട്. ആ രീതിയിൽ നോക്കിയാൽ അത്തരത്തിലൊരു ക്ലെയിം മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. 7 MLA-മാർ എന്നത് മാത്രമല്ല അവർ ഈ വിഷയത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന വിഷയം. അതായത് ഇക്കഴിഞ്ഞ 10 വർഷക്കാലം അവർ പ്രതിപക്ഷത്തായിരുന്നു. അവർക്കൊപ്പം ഉണ്ടായിരുന്ന കേരള മാണി വിഭാഗം പാർട്ടി പിളർത്തി പുറത്തു പോവുകയും അവർ LDF-ന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ 5 വർഷക്കാലം അധികാരത്തിൻ്റെ ഭാഗമായി ഇരിക്കുകയും ചെയ്തു. ആ സമയത്ത് പല ഘട്ടങ്ങളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ മാണി വിഭാഗം അവരുടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു, LDF മുന്നണിയിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അപ്പോഴൊന്നും UDF-നൊപ്പം ഉറച്ചു നിന്ന ഒരു ചരിത്രവും പാരമ്പര്യവുമാണ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അർഹമായ പരിഗണന വേണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മത്സരിച്ച 8-ൽ 7 സീറ്റിലും അവർ വിജയിച്ചു. കഴിഞ്ഞ തവണ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് 9 ഇടത്താണ് 9 MLA-മാരാണ് ഉണ്ടായിരുന്നത്. അടിസ്ഥാനപരമായി മോൻസ് ജോസഫ് പറയുന്നത് അവർ വിട്ടുകൊടുത്ത 2 സീറ്റുകൾ, ആ 2 സീറ്റുകളിലും ഇത്തവണ UDF ആണ് ജയിച്ചത്. അതുകൊണ്ട് 9 ഇടത്തും ജയിച്ച ഒരു പരിവേഷമാണ് കൃത്യമായി കേരള കോൺഗ്രസിനുള്ളത്. മറ്റൊന്ന്, ഈ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ഏറ്റവും കൂടുതൽ ഒരു കടുത്ത നിലപാടെടുത്തത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. അവരതിനുവേണ്ടി എല്ലാ ഘട്ടത്തിലും ആ ഒരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ UDF-ന്റെ ഭാഗമായി സജീവമായി നിന്ന, എല്ലാ പ്രതിസന്ധികളിലും UDF-നൊപ്പം നിന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അവർക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട്. മാത്രമല്ല, ഒരൊറ്റ സീറ്റ് മാത്രമുള്ള CMP-ക്കും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിനും ഒക്കെ ഒരു മന്ത്രിസ്ഥാനം നൽകുമ്പോൾ 7 സീറ്റുള്ള ഞങ്ങൾക്ക് എന്തുകൊണ്ട് 2 മന്ത്രിസ്ഥാനം നൽകിക്കൂടാ എന്നതാണ് മറ്റൊരു ചോദ്യം. ഒപ്പം ലീഗ് 22 MLA-മാരുള്ള ലീഗ് 5 മന്ത്രിസ്ഥാനം ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 7 ഞങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്നും അവർ വാദിക്കുന്നു. ഇങ്ങനൊരു നിലപാടിലാണ്, ഇങ്ങനൊരു കടുംപിടുത്തത്തിലാണ്, ഉറച്ച നിലപാടിലാണ് കേരള കോൺഗ്രസ് ഉള്ളത്. പക്ഷേ കടുത്ത ഏതെങ്കിലും ഒരു നിലപാടിലേക്ക് ഈ ഘട്ടത്തിൽ കേരള കോൺഗ്രസ് പോവില്ല. കാരണം മുന്നണി വിട്ടുപോവുകയോ മുന്നണി മര്യാദകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്നാണ് ഞാൻ അല്പസമയം മുമ്പ് PJ ജോസഫുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത്. അദ്ദേഹം നേരിട്ട് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും പരിഗണന ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. 2 ഓപ്ഷൻസാണ് അവരിപ്പോൾ മുമ്പോട്ടേക്ക് വെക്കുന്നത്. ഒന്നെങ്കിൽ 2 മന്ത്രിസ്ഥാനം, അതല്ലെങ്കിൽ 1 മന്ത്രിസ്ഥാനവും രണ്ടാമത്തെ മന്ത്രിസ്ഥാനം ടേം വ്യവസ്ഥയിൽ നൽകുക. അതായത് രണ്ടാമത്തെ മന്ത്രിസ്ഥാനം 2.5 വർഷത്തേക്ക് നൽകുക. അതിനുശേഷം ചീഫ് വിപ്പ് പദവി അത് മറ്റേതെങ്കിലും ഒരു പാർട്ടിയുമായി അഡ്ജസ്റ്റ് ചെയ്ത് അത്തരത്തിലൊരു ടേം വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുക. അത്തരമൊരു ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇനി ഏറ്റവും ഒടുവിൽ 1 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും എന്നൊരു നിലപാടിലേക്ക് UDF മൊത്തത്തിൽ പോയാൽ, അല്ലെങ്കിൽ കോൺഗ്രസ് അത്തരമൊരു കടുത്ത നിലപാടെടുത്താൽ അത് കേരള കോൺഗ്രസ് അംഗീകരിക്കാനാണ് സാധ്യത. എന്തായാലും അല്പസമയത്തിനുള്ളിൽ മോൻസ് ജോസഫും PJ ജോസഫും ന്യായമായ ആവശ്യമാണ്, അർഹമായ പരിഗണന വേണം എന്ന്
കേരള കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോൾ ഇതിൽ കോൺഗ്രസിന്റെ മുന്നിലുള്ള വഴികൾ എങ്ങനെയൊക്കെയാണ്? ഈ പറഞ്ഞതുപോലെ ഒരു ക്യാബിനറ്റ് റാങ്കോടെയുള്ള ഒരു ചീഫ് വിപ്പ് പദവി നൽകിക്കൊണ്ട് ജോസഫ് ഗ്രൂപ്പിനെ അനുനയിപ്പിക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അതിനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? ഒന്നുകിൽ ചീഫ് വിപ്പ് പദവി അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം, ഇതിലേതെങ്കിലും ഒരു പദവി കേരള കോൺഗ്രസിന് നൽകി ഒരു മന്ത്രിസ്ഥാനവും കൂടി നൽകി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ അനുനയിപ്പിക്കാം എന്നതാണ് ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പുകളിലെ വിശ്വാസം. മാത്രമല്ല, നോക്കൂ, കോൺഗ്രസിൻ്റെ മന്ത്രി ചർച്ച ഇങ്ങനെ പോയി നേരത്തെ മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിമാരെന്നായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 12ലേക്ക് എത്തിയിട്ടുണ്ട്. 5 ലീഗ് ആവശ്യപ്പെടുന്നു. ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം 9 മണിക്ക് ആരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ നമ്മുടെ പ്രതിനിധിയുണ്ട്. എന്തായാലും അത് അവിടെ 5 മന്ത്രിസ്ഥാനത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ 16 മന്ത്രിമാരായി. പിന്നെയുള്ളത് RSP, കേരള കോൺഗ്രസ് ജേക്കബ്, ഒപ്പം CMB 19ആയി. പിന്നെയുള്ളത് ഒരൊറ്റ മന്ത്രിസ്ഥാനമാണ്. ക്ഷമിക്കണം, 2 മന്ത്രിസ്ഥാനമാണ്. ആ 2 മന്ത്രിസ്ഥാനത്തിൽ ഒന്ന് കേരള കോൺഗ്രസ് ജോസഫിന് നൽകി, മറ്റൊന്ന് ടേം വ്യവസ്ഥയിൽ മാണി സി കാപ്പനും RMPക്കും നൽകാനുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. മറ്റൊന്ന് ടേം വ്യവസ്ഥയിൽ RMPയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ടേം വ്യവസ്ഥയിൽ മാണി സി കാപ്പനും അനൂപ് ജേക്കബിനും നൽകാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. എന്തായാലും ഒരു അന്തിമ തീരുമാനം അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചർച്ചകളുടെ ഭാഗമാകുന്നുണ്ട്. KC വേണുഗോപാലുണ്ട് വീട്ടിൽ, VD സതീശൻ കണ്ടോൺമെന്റ് ഹൗസിലുണ്ട്. ലീഗിൻ്റെ യോഗം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുന്നു. അങ്ങനെ 2 മണിയോടുകൂടി ഗവർണറെ കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായ മന്ത്രിമാരുടെ ലിസ്റ്റുമായിട്ടായിരിക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഗവർണറെ കാണാൻ